പ്രൈസ് ലോർഡ്. എല്ലാവർക്കും ക്രിസ്തു യേശുവിലുള്ള സന്ധ്യാവന്ദനം. ഞാൻ ബിനു പടയാട്ടി. ക്ഷേമമായിരിക്കുന്നുവോ? പരിശുദ്ധ വചനത്തിലെ ചെറിയൊരു ചിന്തയാണ് ഞാൻ ദൈവസന്നിധി പ്രാപിച്ചതും എനിക്ക് ദൈവം കിട്ടിയ ചിന്തയാണ്. ഞാൻ വലിയ പണ്ഡിതനൊന്നുമല്ല. തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താം, കമൻ്റ് ഇടുമ്പോൾ പറയാം. വലിയ വലിയ ദൈവദാസന്മാർ വചനം പഠിച്ച് ഡോക്ടറേറ്റ് ഉള്ളവരായിട്ട് താരതമ്യം ചെയ്യരുത് കേട്ടോ. സാധാരണ വിശ്വാസികൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ചെറിയൊരു ചിന്ത പറയാൻ വേണ്ടിയാണ് ഞാൻ. നമ്മുടെ ചിന്താ വിഷയം ശാപവാക്കുകൾ. ശിമയെ പറ്റി പറയാം, ദാവീദിനെ കുറിച്ച്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ? ദാവീദ് രാജാവിനെ തൻ്റെ മകൻ അബ്ശലോം കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് രാജ്യത്ത് നഷ്ടപ്പെട്ട് ഓടിപ്പോകുമ്പോൾ ശിമയി എന്ന പേരുള്ള ഒരുത്തൻ അവിടെ നിന്ന് പുറപ്പെട്ട് ശപിച്ചുകൊണ്ട് വരുന്നത് കണ്ടു. അവൻ ദാവീദിനെയും രാജഭൃത്യന്മാരെയും ഒക്കെയും കല്ലുവാരി എറിഞ്ഞ് ജനവും വീരന്മാരുമെല്ലാം ഇടതും വലുതുമായി നടക്കുകയായിരുന്നു. ശിമയി ശപിച്ചുകൊണ്ട് ഇവണ്ണം പറഞ്ഞു: രക്തപാതക, നീച, പോ. ശൗൽ ഗൃഹത്തിന്റെ രക്തം യഹോവ നിന്റെ മേൽ വരുത്തിയിരിക്കുന്നു. അവന് പകരമല്ലോ നീ രാജാവായത്. യഹോവ രാജ്യത്ത് നിന്റെ മകനായ അബ്ശലോമിൽ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ രക്തപാതകനായിരിക്കാൽ ഇപ്പോൾ ഇതാ നിന്റെ ദോഷത്തിന്റെ ഫലം നിനക്ക് വന്നു ഭവിച്ചിരിക്കുന്നു. അപ്പോൾ സെരൂയയുടെ മകനായ അതിനൊരു ചിന്ത പറഞ്ഞിട്ട് പോവാം. ഇവിടെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ തന്നെ അനുഭവം പറയാം. എൻ്റെ വീട്ടിൽ എൻ്റെ മകന് രോഗം വന്ന ഐസിയു കിടന്നു. എൻ്റെ അപ്പച്ചൻ മരണകരമായ രോഗത്തിൽ കടന്നു പോകുന്നുണ്ട്. അപ്പം നമ്മൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചിലരും പറഞ്ഞു, എൻ്റെ ഭാര്യയെ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പാരമ്പര്യ ബന്ധക്കൊസ്റ്റാണ് എൻ്റെ ഭാര്യയ്ക്ക്. അത് ചില ദൈവദാസന്മാർക്കെതിരെ ശാപം കിട്ടും. ഒരു ദൈവദാസൻ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരു ദൈവദാസൻ. 8 വർഷം പരിചയമുണ്ട്. 6 വർഷം ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. ഞാൻ എന്താവശ്യം അദ്ദേഹത്തെ വിളിക്കും, പ്രാർത്ഥിക്കുകയും ചെയ്യണമാണ്. ഇപ്പോൾ അദ്ദേഹം സംഘടനാ തലത്തിലെ ഭാരവാഹിയായപ്പോൾ ഞാൻ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടു. ഞാൻ അധികം സുഹൃത്തുക്കൾ എനിക്കില്ല. എൻ്റെ സുഹൃത്തുക്കളായാലും എനിക്ക് ചില വിഷയങ്ങൾ എൻ്റെ സ്വന്തം അപ്പനായാലും അമ്മയായാലും മകനായാലും മകളായാലും വചനവിരുദ്ധമായ ചില കാര്യങ്ങളാകുമ്പോൾ ഞാൻ മുഖത്തോക്കി പറയും. എന്നാൽ സ്ഥായിയായിട്ട് വഴക്ക് കൊണ്ടൊന്നും നടക്കാറില്ല. എന്നാലും ചില ആളുകൾക്ക് അത് അങ്ങനെ എന്നെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പം ഞങ്ങൾ ഗ്യാപ്പ് വന്നു. എൻ്റെ മകൻ ആശുപത്രി കിടന്നിട്ട് പോലും വിളിച്ച് പ്രാർത്ഥിക്കുകയൊന്നും ചെയ്തില്ല അദ്ദേഹം. അത് പോട്ടെ, അവിടെ വിഷയമല്ല. അപ്പോൾ എൻ്റെ ഭാര്യ ഉൾപ്പെടെ പലരും, അല്ലെങ്കിൽ ഈ തിരുവനന്തപുരം ഭാഗത്തുള്ള ചില ദേവസ്വന്മാരുടെ ഞാൻ ഇതുപോലെ തർക്കം വന്നു, വിമർശനം വന്നപ്പോൾ അവരൊക്കെ ദൈവത്തിന് അടി കിട്ടും, ശാപം കിട്ടും, പിന്നെ സാത്താനെ ഏൽപ്പിക്കുന്നു പറഞ്ഞൊരു ദിവസം എന്നോട്. അങ്ങനെ ചെയ്തിട്ടുണ്ട്, ബൈബിളിലുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് സാത്താനെ ഏൽപ്പിച്ച പിന്നെ പണി കിട്ടുട്ടോ എന്നൊക്കെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചിരിച്ചത് സത്യത്തിൽ ചിരി വന്നിട്ട് തന്നെ ചിരിച്ചാണ് കേട്ടോ, കളിയാക്കാൻ വേണ്ടിയല്ല. നമ്മുടെ ചിന്ത പുതിയ നിയമവിശ്വാസിയുടെ ഈ പറയുന്ന ആളുകളുടെ മാനസികാവസ്ഥ ചിന്തിച്ചിട്ടെ. അപ്പം അത് നിങ്ങൾ ചിന്തിക്കണം. ശിമയി എന്തുകൊണ്ട് പറഞ്ഞ്? ശിമയി സാധാരണ മനുഷ്യനാണ്. ശിമയിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ദാവീദ് രക്തപാതകനായിട്ട് ദൈവം ശരിക്കും അടിച്ചതാണ്. ഇയ്യോബിന്റെ സുഹൃത്തുക്കൾ ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞത് ഇതാണ്. നമ്മുടെ മനുഷ്യ കണ്ണുകൊണ്ട് കാണുന്ന കാര്യമാണ് പറഞ്ഞത്. ഞാനും നിങ്ങളെല്ലാം ബലഹീനമായ മനുഷ്യന്മാരാണ്, ജഡത്തിൽ വസിക്കുന്നവരാണ്, നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. അപ്പം നമ്മുടെ ചിന്ത വെച്ച് നമ്മൾ പറയും. അപ്പോൾ ദാവീദിന്റെ കൂടെ നിൽക്കുന്ന ഒരുത്തം പറയാണ്, അപ്പോൾ സെരൂയയുടെ മകനായ അഭിഷേക് രാജാവിന് ചത്ത നായി എൻ്റെ യജമാനായ രാജാവിനെ ശപിക്കുന്നത് എന്ത്? ഞാൻ ചെന്ന് അവനെ തല വെട്ടിക്കളയട്ടെ എന്ന് പറഞ്ഞു. അതിന് രാജാവ് സെരൂയയുടെ പുത്രന്മാരെ, എനിക്ക് നിങ്ങൾക്ക് തമ്മിൽ എന്ത്? അവൻ ശപിക്കട്ടെ, ദാവീദ് ശപിക്കുക എന്ന് യഹോവ അവനോട് കൽപ്പിച്ചിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ചോദിക്കുമോ, ദാവീദ് മഹാമനസ്കൃതയുള്ള മനുഷ്യനാണ്. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില ദേവസ്വന്മാരെ പറ്റി പറയുമ്പോൾ പടയാട്ടി അങ്ങനെ പറഞ്ഞോട്ടെ, പടയാട്ടി ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയേ. അപ്പം നമ്മൾ ചോദിക്കുമോ, മനുഷ്യൻ ഭയങ്കര സൗമ്യനാണ്, ഭയങ്കര. സത്യത്തിൽ അവർ സൗമ്യനും ക്ഷമയൊന്നുമല്ല. അവരിരുന്ന് നീണ്ടിരുന്ന് പ്രാർത്ഥിക്കാനോ ശപിക്കാൻ വേണ്ടി എന്തിനാ വേണ്ടി എന്നാ ദൈവത്തിന് അറിയാം. നമുക്കിട്ട് എന്ത് പണിയെന്ന് അറിയില്ല. അപ്പം ഈ ദാവീദിനെ ദൈവത്തിന് ഹൃദയത്തിന് ബോധിച്ച പുരുഷൻ. എല്ലാവരും വളരെ സങ്കീർത്തനൊക്കെ ഭയങ്കര പ്രസംഗിക്കുന്ന ദാവീദിനെ കുറിച്ച്. ഇവിടെ എന്നെ സംബന്ധിച്ച് ശിമയിക്ക് ഒന്നും അറിയാതെ പറഞ്ഞാണ് പാവപ്പെട്ടവൻ. അതിന് ദാവീദ് വളരെ നിഷ്കളങ്കമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, 19-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ അവനോട് കൂടെ 1000 ബെന്യാമിനും ശൗലിന്റെ ഗൃഹവിചാരകനെ ശീബ അവന്റെ 15 പുത്രന്മാരും 20 ഭൃത്യന്മാരും ഉണ്ടായിരുന്നു. അവർ രാജാവിനെ കാണുക യോർദാൻ കടന്നു ചെന്നു. രാജാവിന്റെ കുടുംബത്തെ ഇക്കരെ കടത്തേണ്ടതിന് അവന്റെ ഇഷ്ടം പോലെ ചെയ്യേണ്ടതിനും ചെങ്ങാടം അക്കരെ ചെന്നിരുന്നു. അപ്പോൾ ഗേരയുടെ മകനായ ശിമയി യോർദാൻ കടപ്പാൻ പോകുന്ന രാജാവിന്റെ മുമ്പിൽ വീണ് രാജാവിനോട്, എൻ്റെ യജമാനനെ എൻ്റെ കുറ്റം എനിക്ക് കണക്കിടരുത്. യജമാനെ, രാജാവ് യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട ദിവസം അടിയൻ ചെയ്ത ദോഷം രാജാവിന്റെ മനസ്സിൽ വയ്ക്കുകയോ ഓർക്കുകയും അരുത്. അടിയൻ പാവം ചെയ്തിരിക്കുന്നു എന്ന് അറിയുന്നു. അതുകൊണ്ട് ഇതാ യജമാനെ രാജാവിനെ എതിരേൽക്കേണ്ടതിന് ഇറങ്ങി വന്നവരെ മുൻപന്തി നിൽക്കുന്ന ആളാണ് ശിമയി. അതായത് രാജാവിന്റെ, നിങ്ങൾ ശ്രദ്ധിച്ച മകനെ ശിമയി യോർദാൻ കടപ്പാൻ പോകുന്ന രാജാവിന്റെ മുമ്പിൽ വീണ് രാജാവിന് ക്ഷമ പറയാണ്. 16-ാം അധ്യായത്തിലെ ശപിച്ച വ്യക്തിക്ക് ദാവീദ് രാജാവിന് പിന്നെ രാജ്യത്തിന് ദൈവം കൊടുത്തപ്പോൾ അതിലൊരു ചിന്തയുണ്ട് കേട്ടോ. ഒരു വ്യക്തി നമ്മളെ ശപിക്കുകയോ നമ്മൾ നിന്ദിക്കുകയോ ചെയ്താൽ നമ്മൾ അതിന് പ്രതികരിക്കാൻ പോകണ്ട. ആ വ്യക്തിയുടെ മുമ്പിൽ ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കും സത്യാവസ്ഥ എന്താണെന്ന്. അതൊരു ചിന്തയാണ്, നല്ലൊരു ചിന്തയാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ആ വ്യക്തിക്ക് തിരിച്ചറിവ് വരുമ്പോൾ ആ വ്യക്തി ക്ഷമ പറയുമ്പോൾ
ആ വ്യക്തിയോട് നമ്മൾ ക്ഷമ കാണിക്കുന്നത്. നമ്മൾ പുതിയ നിയമ വിശ്വാസിയാണ്, പഴയ നിയമ വിശ്വാസിയല്ല, ദാവീദ് രാജാവിന്റെ കാലഘട്ടത്തിലുള്ള വിശ്വാസിയല്ല. നമ്മള് ആ വ്യക്തിയോട് പൂർണ്ണമായി ക്ഷമിക്കണം, നമ്മുടെ മനസ്സിലൊന്നും വെക്കരുത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ശിമയോടെ അങ്ങനെ ആ ദാവീദിനടുത്ത് ക്ഷമ പറഞ്ഞു, മുൻപിൽ വീണ് ഏറ്റവും ആദ്യം ചെന്ന് ക്ഷമ പറഞ്ഞിട്ടോ. പക്ഷെ ദാവീദ് രാജാവ് എന്താ ചെയ്തത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദാവീദ് രാജാവ് തൻ്റെ മരണസമയത്ത് തൻ്റെ മകനായ ശലോമോൻ രാജാവാണ് സമയത്ത് ശലോമോന് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. പിന്നെ ബഹൂരീമിലെ ബെന്യാമിനായ ഗേരയുടെ മകൻ ശിമയി എന്നൊരുവൻ ഉണ്ടല്ലോ, ഞാൻ മഹാനൈമിലേക്ക് പോകുന്ന ദിവസം അവൻ എന്നെ കഠിന ശാപത്തോടെ ശപിച്ചു. എങ്കിലും അവൻ യോർദാനെങ്കൽ എന്നെ എതിരേറ്റ് വന്നതുകൊണ്ട് അവനെ വാൾ കൊണ്ട് കൊല്ലുകയില്ല എന്ന് ഞാൻ യഹോവയുടെ നാമത്തിൽ അവനോട് സത്യം ചെയ്തു. എന്നാൽ നീ അവനെ ശിക്ഷിക്കാതെ വിടരുത്, നീ ബുദ്ധിമാനല്ലോ, അവനോട് എന്ത് ചെയ്യണമെന്ന് നീ അറിയും, അവന്റെ നരയെ രക്തത്തോടെ പാതാളത്തിൽ അയക്കുക എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു, ദാവീദ് നഗരത്തിൽ അവൻ അടക്കം ചെയ്തു. അപ്പൊ ദാവീദ് രാജാവ് ദൈവത്തിന് ഹൃദയത്തിൽ ബോധിച്ച പുരുഷനാണ്. ദാവീദ് രാജാവിനെ കുറ്റം പറയാനോ വിമർശിക്കുവാനോ അല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ പുതിയ നിയമ വിശ്വാസിയാണെങ്കിൽ ഇങ്ങനെ സാധിക്കുമോ? ഇത് പഴയ നിയമ ഭക്തന്റെ കാര്യം പറഞ്ഞേ. പക്ഷെ സത്യത്തിൽ അങ്ങനെയാണ് പുതിയ നിയമ വിശ്വാസിയും. നമ്മൾ വായിച്ചിട്ടില്ലേ, യോബാവ് ആമസ്യ എന്നൊരു സഹോദരനെ അല്ലേ, അമസ എന്ന പേര് മറന്നു, അദ്ദേഹത്തിന്റെ ഒരു പേരുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേരും മറന്നല്ലോ ദൈവമേ. ആമസ എന്നൊരു സഹോദരനെ പറയാൻ വിഷയങ്ങളതിന് സമയമുണ്ടല്ലേ. അപ്പൊ യോബാവിനെ കാണുമ്പോൾ ആ സഹോദരൻ കാണുമ്പോൾ സഹോദര സുഖമാണോ എന്ന് വിശുദ്ധ ചുംബനം കൊടുക്കും കെട്ടിപ്പിടിച്ചിട്ട്. യോബാവിന്റെ കയ്യിലിരുന്ന കത്തി കാണാത്ത ആമസ എന്ന സഹോദരൻ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് യോബാവ് തന്റെ കയ്യിലിരുന്ന കത്തി വാളുകൊണ്ട് ആമസയുടെ കുടല് കുത്തി പുറത്തിട്ടു അവനെ കൊന്നു കളഞ്ഞു എന്നാണ് പരിശുദ്ധ വചനം വായിക്കുന്നത്. അപ്പൊ വിശുദ്ധ ചുംബനം കൊടുക്കുമ്പോൾ സ്നേഹത്തോടെയാണെന്ന് വിചാരിക്കുക. സ്നേഹത്തോടെ നമ്മൾ കത്രിമേശ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തിരുമേശ ശുശ്രൂഷയിൽ ഒരേ പാനപാത്രം കുടിച്ച് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിച്ച് നിൽക്കുന്ന നമ്മൾ വിശുദ്ധ ചുംബനം കൊടുത്ത് പുറത്തിറങ്ങിയിട്ട് എന്താണ് ചിന്തിക്കുന്നത് എന്ന് ദൈവത്തിന് അറിയാം അല്ലേ. ഈ വൈരാഗ്യ ബുദ്ധി പലർക്കും ഉണ്ട്, എനിക്കറിയാം. എൻ്റെ മകൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പോലും പലരും പ്രാർത്ഥിക്കാൻ വന്നില്ല. അന്ന് ഭയങ്കര സ്നേഹത്തോടെ പറഞ്ഞവരും ചിലരും ഫേസ്ബുക്കിൽ ഞങ്ങൾ അറിഞ്ഞില്ല അന്ന് എന്നെ പറ്റി കുറ്റം പറഞ്ഞതല്ലേ, അവരെ പറ്റി ഞാൻ കുറ്റം പറഞ്ഞതോ എന്തില്ലെങ്കിൽ ആകാശം തോട്ട് വെച്ചവർ കേൾക്കും. പടയാട്ടി അവിടെ അങ്ങനെ പറഞ്ഞല്ലോ, ഞങ്ങൾ കേട്ടെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യാൻ അവർക്ക് തയ്യാറുണ്ട്. അതാണ് പറഞ്ഞതേ. അപ്പൊ ഇവരുടെ ഹൃദയം എന്താണെന്നറിയില്ല. തിരുമേശൊക്കെ നടത്തും, ഒരുമിച്ച് പാനപാത്രം കൈയിടും. ഞാനും വിശേഷ പ്രത്യേകത ഒന്നുമില്ല, ഞാനും അങ്ങനെ ചെയ്യുന്ന ഒരാളായിരുന്നു. ഞാൻ ക്രമീകരിച്ചുകൊണ്ടിരിക്കണം ഓരോ കാര്യങ്ങളും. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ദാവീദിന്റെ ഹൃദയത്തിൽ എന്തായിരുന്നു? ഈ പാവപ്പെട്ട കൊന്നളെ, ഈ പാവപ്പെട്ട എന്തായിരുന്നു? അന്ന് ശലോമോൻ എന്താ പറഞ്ഞു? ശലോമോൻ പറഞ്ഞു ആ വ്യക്തിയോട് അല്ലേ, ശലോമോൻ പറഞ്ഞു കുഴപ്പമില്ല. പിന്നെ ശിമയോട് രാജാവിന്റെ അത് നല്ല വാക്ക്. ശലോമോൻ പറഞ്ഞപ്പോൾ ശിമയി രാജാവിനോട് അത് നല്ല വാക്ക്, യജമാനെ രാജാവ് കൽപ്പിച്ചതുപോലെ അടിയും ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങനെ ശിമയി കുറെ കാലം യെരൂശലേമിൽ പാർത്തു. അതേ ശിമയോട് പറഞ്ഞു, നീ യെരൂശലേം വിട്ടെങ്ങും പോരുത്, ആ നാളിൽ നീ മരിക്കുമെന്ന് ശലോമോൻ ഒരു വാക്ക് കൊടുത്തു. അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ ശിമയി അനുസരണക്കേട് കാണിച്ചു അല്ലേ. ശിമയിക്ക് അനുസരണക്കേടിന് ശിമയി എന്ത് ചെയ്തു? അതായത് പുറത്തിറങ്ങി ശലോമോൻ പറഞ്ഞാണ്, പുറത്തിറങ്ങി കിദ്രോൻ തോട് കടക്കുന്ന നാളിൽ നീ മരിക്കേണ്ടി വരും എന്ന് നീ തീർച്ചയായി അറിഞ്ഞുകൊള്ളുക, നിന്റെ രക്തം നിന്റെ തലമേൽ തന്നെ ഇരിക്കും എന്ന് കൽപ്പിച്ചു. ശിമയി രാജാവിനോട് അത് നല്ല വാക്ക്, യജമാനെ രാജാവ് കൽപ്പിച്ചതുപോലെ അടിയൻ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ശിമയി കുറെ കാലം യെരൂശലേമിൽ പാർത്തു. 3 സംവത്സരം കഴിഞ്ഞപ്പോൾ ശിമയുടെ 2 അടിമകൾ മാക്കിയുടെ മകനെ ആഗീഷ് എന്ന ഗത്ത് രാജാവിന്റെ അടുക്കൽ ഓടിപ്പോയി. തന്റെ അടിമകൾ ഗത്തിലുണ്ടെന്ന് ശിമയ്ക്ക് അറിവ് കിട്ടി. അപ്പോൾ ശിമയി എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് പുറപ്പെട്ട് അടിമകളെ അന്വേഷിപ്പാൻ ഗത്തിൽ ആഗേശിന്റെ അടുത്ത് പോയി. അങ്ങനെ ശിമയി ചെന്ന് അടിമകളെ ഗത്തിൽ നിന്ന് കൊണ്ടുവന്നു. ശിമയി യെരൂശലേം വിട്ട് ഗത്തിൽ പോയി മടങ്ങി വന്നു എന്ന് ശലോമോന് അറിവ് കിട്ടി. അപ്പോൾ രാജാവ് ആളയച്ച് ശിമയെ വരുത്തി അവനോട്, നീ പുറത്തിറങ്ങി എവിടെയെങ്കിലും പോകുന്ന നാളിൽ മരിക്കേണ്ടി വരുമെന്ന് തീർച്ചയായും അറിഞ്ഞുകൊള്ളാം എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അനുസരണക്കേടുകൊണ്ട് ശിമയി മരിക്കപ്പെടുന്നതാണ്. അനുസരണക്കേട് കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മളൊരു കാര്യം തീരുമാനമെടുത്താൽ അനുസരണക്കേട് മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ശിമയി 3 ലബിയും മറന്നുപോയതാണോ എന്നറിയില്ല. രണ്ടാമത് എന്താണ്, തൻ്റെ അടിമകളെ വരുമാനത്തിന്റെ ധനത്തിന് താല്പര്യം വെച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇതിൽ ചിന്ത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ശപിക്കുവാനോ ശാപവാക്ക് പറയുമ്പോൾ മനുഷ്യമായിട്ട് മനുഷ്യന് തെറ്റുപറ്റാം. കാരണം മനുഷ്യൻ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് ചിന്തിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒരു വ്യക്തി നമ്മൾ ശപിച്ചാൽ അത് ക്ഷമിക്കാൻ നോക്കാം. നമ്മൾ ചെയ്യാത്ത കാര്യം, ഇപ്പൊ ഞാൻ കള്ളനാന്ന് പറഞ്ഞാൽ ഞാൻ കട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ഭയപ്പെടുന്നത് എന്തിനാണ്? അതിന് ന്യായീകരിക്കാൻ വേണ്ട. അപ്പൊ ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ ഞാനിത് പറഞ്ഞില്ലേ, ഇപ്പൊ ശിമയി പോയ കാര്യം ശലോമോൻ രാജാവിനെ അറിയിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു വ്യക്തി പറയുമ്പോൾ ഈ കേൾക്കുന്ന വ്യക്തി എന്ത് ചെയ്യണം? ഈ വ്യക്തിയെ നേരിട്ട് വിളിച്ച് സംസാരിക്കണം. നമ്മൾ പുതിയ നിയമ വിശ്വാസികളാണെന്നേ, ഇപ്പോൾ ക്രിസ്തുവിൽ ജനിച്ചവരാണ്. അപ്പൊ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
അപ്പൊ ശാപവാക്ക് പറയുന്നവൻ പറഞ്ഞോട്ടെ, ദൈവം അവനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞോട്ടെ. അവൻ രണ്ടാം ക്ഷമ പറയാം, കർത്താവ് അവന് മുമ്പിൽ നമ്മുടെ സത്യാവസ്ഥ തെളിയിക്കുകയാണെങ്കിൽ ആ സമയത്ത് തെളിയിക്കട്ടെ. ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. നമ്മളെ എടോ പോടോ ചീത്തയോ പേരോ എന്ത് വേണമെങ്കിൽ വിളിക്കട്ടെ, ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. നമ്മുടെ ശരീരം യാഗമായി തീർന്നു, നമ്മുടെ ശരീരം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തു, നമ്മളെ വിലക്കെടുത്തു. അപ്പൊ ഇതിൽ എന്താണ് അർത്ഥമുള്ളത്? ഇതൊന്നും ബാധിക്കാൻ പോണില്ലെന്നേ. പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വിശുദ്ധ ചുംബനം കൊടുത്ത് പള്ളക്ക് കത്തി കുത്തുന്ന പരിപാടി, അത് മാത്രം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ശാപവാക്കും ഉണ്ടാവില്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ കാര്യം. മനുഷ്യ കണ്ണുകൊണ്ട് കാണുന്നതനുസരിച്ച് ചില കാര്യങ്ങൾ ശാപവും കുറ്റങ്ങളും പറയും. അന്ന് സ്വർഗത്തിലെ ദൈവം നമ്മൾ നീതിയിൽ നടക്കുന്ന ദൈവവ്യവസ്ഥ നിൽക്കുന്നവനാണെങ്കിൽ ആ ദൈവം തെളിയിച്ചോളും. അതിന് സമയം കൊടുക്കുക, തെളിയിച്ചോളും. നമ്മുടെ ഉള്ളിൽ അതുപോലെ തിരിച്ചും ആ വ്യക്തി നമ്മളെ ശപിച്ചതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ കയ്പായി കൊണ്ട് നടക്കരുത്. അദ്ദേഹം ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ക്ഷമിക്കണം. നമ്മൾ പുതിയ നിയമ വിശ്വാസികളാണ്. അപ്പോൾ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞ കാര്യം ശരിയാണെന്ന് തോന്നണം. ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലസ് യു ഓൾ.